ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ഫാമിലീൻ്റെയും വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നിറയെ ഓർക്കിഡും കടലാസും പൂവും ഒക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് കാണാം ക്രിസ്മസ് ആയിട്ട് കേട്ടോ. നമുക്ക് വിരിഞ്ഞ പൂക്കൾ. ഇപ്പം നല്ല വെയിലാണ്, നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാം. എന്ത് വളം കൊടുത്താലും ഇപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഫലം ചെയ്യും. നല്ല വെയിലാണ്, നല്ല തണുപ്പാണ്. ഓർക്കിഡിനൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുറേശ്ശൊക്കെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണിത് കേട്ടോ. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ പൂവിന് നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക തരം സ്മെല്ലാണ്. അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ പൂക്കളും ഞാനിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ പൂക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്ക് വിരിഞ്ഞ പൂക്കളൊക്കെ നിങ്ങളൊന്ന് കാണിക്കുകയാണേ. എല്ലാ പൂക്കളും കണ്ടോളൂ കേട്ടോ. ഇത്ര പൂക്കൾ തന്നെ ഉള്ളൂ ഇവിടെ കേട്ടോ. ഉള്ള എല്ലാ പൂവും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പൂവ് നല്ല ഭംഗിയില്ലേ? അതിൻ്റെ ലിപ്പാണ് കേട്ടോ ഏറ്റവും ഭംഗി. നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ഒരു പൂവ് നല്ല ഭംഗി തന്നെയാണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഈ ഒരു പൂവ് അധികം പ്ലാന്റ് വലിപ്പം വെക്കാതെ പൂക്കുന്ന ഒരു ടൈപ്പാണ്. ഇനി വലിയ പ്ലാന്റായി പോകുന്ന ഈ കളറും ഉണ്ട്. അത് വലിയ പൂക്കളും വലിയ പ്ലാന്റുമാണ് കേട്ടോ. അത് ആ മരത്തിലൊക്കെ കെട്ടി വെച്ചത്. ഇതൊരു മിനിയേച്ചർ ടൈപ്പിലാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഒരുവിധം പൂക്കളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വിരിഞ്ഞ്. ഒരു ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമെന്ന് കരുതിയിട്ട് എൻ്റെ പൂക്കളും ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടതാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാ പൂക്കളും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. നമ്മൾ ടവർ ഉണ്ടാക്കിയത്. ടവറിൽ കുറച്ചൊക്കെ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. മുട്ടുള്ളതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ടുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. വേരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. വേരൊക്കെ വന്ന് പിടിക്കണം, എന്നാലേ ഈ ടവറിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂല്ലോ. ഇതിൽ ഏറ്റവും ഭംഗി തന്നെ അല്ലേ കടലാസും പൂവ്. ഈ സമയത്ത് കടലാസും പൂവ് പൂക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നല്ലോണം ഞാൻ ആ വീഡിയോ ഇട്ടെന്ന് ദിനക്കാട്ടിലും ഉണ്ടായിരുന്നു. മരം കാണാതെ പൂവായിരുന്നേ. ഇപ്പോൾ കുറേയൊക്കെ പൂക്കൾ കൊഴിഞ്ഞു, എന്നാലും പൂവുണ്ട്. നല്ല ഭംഗിയാണ് അത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. വീട്ടുമുറ്റത്തൊരു അലങ്കാരം തന്നെയാണ് കേട്ടോ ഈ കടലാസ് ചെടി. വേനൽക്ക് പൂക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരു അലങ്കാരമാണ്. ഇതാണ് നമ്മളെ ആ മരത്തിലുള്ള പ്ലാന്റ് കേട്ടോ. ഇത് കുറച്ച് വലിയ പൂവാണ്. മരത്തിൽ കെട്ടി വെച്ചതുകൊണ്ട് തന്നെ മരത്തിൽ ആകെ അങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കടലാസും പൂവും കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അത് രണ്ടും ഹൈബ്രിഡാണ് കേട്ടോ. നിറയെ മുട്ടാണ് കേട്ടോ ഈ മഞ്ഞയിൽ. ഇത് വലിയ പ്ലാന്റായി പോയിട്ട് നിറയെ വലിയ പൂങ്കൊലുണ്ടാകുന്ന ഒരു തരം പൂവാണ്. നല്ല ഓർക്കിഡ് കേട്ടോ. അത് വലിയ കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ മരം നിറയെ പിടിച്ചൊക്കെയാണത് കേട്ടോ. അടർത്തി എടുക്കാനൊന്നും പറ്റില്ല. അത് അങ്ങനെ ഒന്നായിട്ട് അടർന്ന് പോരണം. അപ്പോൾ ആ പ്ലാന്റ് നശിക്കുമെന്നൊരു പേടിയുണ്ട്. ഇതും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. കുറച്ച് പൂക്കളേ ഉള്ളൂ. ഉള്ള പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ. ക്രിസ്മസൊക്കെ അല്ലേ. അപ്പോൾ ഒരു ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയിട്ട് പൂക്കളെടുത്ത് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞതാണ്. ഹാപ്പി ക്രിസ്മസ് മാത്രമല്ല, 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ ആയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയറും കൂടി കേട്ടോ.
നമുക്ക് നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ പാട്ടുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് റീലല്ല എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരികയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് വരുമ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ പാട്ടൊന്നും ഇട്ടുകാണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കോപ്പിറൈറ്റ് എന്ന് പറയുകയാണ്. ഈ ഒരു പൂവൊക്കെയാണ് നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ളൊരു പൂവ് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക് ഈ പൂവ് കാണാൻ. നല്ല കടും കളറ് ലിപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇതും വലിയൊരു പൂവാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. പൂക്കൾ ഏതും ഓർക്കിഡിൻ്റെ പൂവ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ വീഡിയോയും പൂവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഒരിക്കൽ കൂടി എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു.